അത് ഞാൻ ശ്രീ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിലാണ്. ചരിത്രപരമായൊരു ദിനമായി ഇന്നത്തെ ദിനത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി, ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏക സംസ്ഥാനമായി കേരളം മാറുകയാണ്. ആ കണക്കുകളിൽ മാത്രമാണോ എതിർപ്പുള്ളത്? അതല്ല ഈ ഒരു മുഴുവൻ പ്രഖ്യാപനവും തട്ടിപ്പെന്ന വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വാചകം തന്നെയാണോ അങ്ങേക്കും ചേർത്ത് പറയാനുള്ളത്? നോക്കൂ, ഇത് ശ്രീമതി സ്മൃതി, എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ പ്രസംഗമാണ്. അത് ഞാൻ ആദ്യമേ തന്നെ മമ്മൂട്ടി അഭിനന്ദനം അർഹിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് വൈകുന്നേരം ഒരു വലിയ വാഴ്ത്തുപാട്ടായിട്ടൊക്കെ തീരുമെന്നൊരു ഭയമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. അവർ ക്ഷണിക്കപ്പെട്ട കമൽഹാസനും മോഹൻലാലും ഒന്നും എത്തിയില്ല. അതുമാത്രവുമല്ല, അവരെത്താതിരുന്നതിൻ്റെ കാരണം വ്യത്യസ്തമായിരിക്കും, അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകാം. പക്ഷേ ഈ 3 പേരും, കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കേരളീയം പരിപാടിയിൽ ഒന്നിച്ചെത്തിയിരുന്നു. അന്ന് നല്ലൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ കേരളീയം പിന്നീട് വലിയ വിമർശന വിധേയമായി. അതിൻ്റെ ചെലവിനെക്കുറിച്ചൊക്കെ വലിയ പ്രശ്നം വന്നു. അപ്പോൾ പിന്നെ ഇത്തവണ ആ 2 പേരും മാറിയിരുന്നത് പല കാരണങ്ങൾക്കുണ്ടാവും. ഞാനതിൽ രാഷ്ട്രീയവും കാണുന്നുണ്ട്. അതെൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. പിന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം മാത്രമല്ലല്ലോ. ഇടതുപക്ഷ ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്ന KP കണ്ണനും RBG മേനോനും മുൻ മുഖ്യമന്ത്രിയും CPIയുടെ സമുന്നതനുമായിരുന്ന C അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിക്കൊക്കെയുള്ള അഭിപ്രായമാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്ത് വരികയാണ്. പക്ഷേ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിലെ വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ അസാധാരണമായ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ് ശ്രീമതി സ്മൃതി കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്. കാരണം ഒരു വോട്ടെടുപ്പ് വർഷത്തിൽ സാധാരണ ഭരിക്കുന്ന പാർട്ടി ഇത്രയും ഭയപ്പെടാറില്ല. കാരണം മൂന്നാമതും ഭരിക്കണമെന്നുള്ള ഒരു അത്യാർത്തി കൊണ്ടുണ്ടാകാവുന്ന ഒരു ഭയമായിരിക്കാം അത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവിടെ ആ മൈതാനത്ത് നടത്തിയ പ്രസംഗത്തിൽ, നമ്മൾ സാധാരണ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിന് അതിദാരിദ്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു ചടങ്ങും ശോഭയൊക്കെ ഉണ്ടാകും. ഇന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ നടത്തിയത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ആ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇവരെ ഇത് തട്ടിപ്പാണെന്ന് പറയാൻ കാരണം, ഇവർ നടത്തുന്ന എല്ലാ പരിപാടികളും ഇത് തന്നെയാണ്. പറഞ്ഞതേ നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളയിൽ അവർ പറഞ്ഞതല്ലേ, അവർ നടപ്പാക്കിയില്ലല്ലോ. ഫോൺ നടപ്പാക്കിയിട്ട് എന്തായി? പാതി വഴി എത്തി നിന്നില്ലേ? ഇനി ഇതൊക്കെ പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ജോബ് ഫെയർ ഉണ്ടല്ലോ, ആ ജോബ് ഫെയറിൻ്റെ അവസ്ഥ എന്താ? അതുപോലെ തന്നെ ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ അതൊരു വിഷയമാക്കണം. കാരണം ദാരിദ്ര്യമുണ്ടല്ലോ. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൃതി? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മനുഷ്യനുള്ള നാടാണെങ്കിൽ അത് ദാരിദ്ര്യം തന്നെയല്ലേ? ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ക്രൂരമായ കൊലപാതകം എന്ന് പറയുന്ന പോലല്ലേ? കൊലപാതകം തന്നെ ക്രൂരമാണ്, പിന്നെ ക്രൂരം എന്നുള്ള വിശേഷം കൂടെ ചേർക്കണ്ടല്ലോ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിൽ അതിദാരിദ്ര്യം പെടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. കാരണം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു പണമില്ലാണ്ട്, വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആത്മഹത്യ ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ കാരണമല്ലേ? പണമുണ്ടെങ്കിൽ ആരവിടെ ആത്മഹത്യ ചെയ്യുക? അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ പട്ടിണി മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. പണം ഒരു ഘടകമാണ്, തൊഴിൽ ഘടകമാണ്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ അതിദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇവരിറക്കിയ ഏതെങ്കിലും പോസ്റ്ററിൽ കേരളത്തിലെ തൊഴിൽ രഹിതരുടെ കാര്യം പറയുന്നുണ്ടോ? തൊഴിലില്ലായ്മയുടെ കാരണം ഇവർ ഒളിപ്പിച്ചു വയ്ക്കുകയല്ലേ തൊഴിലില്ലായ്മ. PSCയുടെ കാര്യങ്ങളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നമ്മൾ അസാധാരണമായ കാഴ്ചകൾ കാണുകയാണ്. ജയിക്കാൻ വേണ്ടി പലവിധ വിധേയത്വം, പലവിധമായ സർക്കാർ ആവർത്തിച്ചു പറയുന്ന ഒരു വിശദീകരണം ഇത് പൊടുന്നനെ ഉണ്ടായതല്ല. 2023 ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് പടിപടിയായുള്ള പ്രവർത്തനം, അതിനൊടുവിൽ അത് കടന്നുപോയ വഴികളൊക്കെ വളരെ വിശദമായി തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ കണക്കാണ്. ആ കണക്കിൻ്റെ ആധികാരികത സംബന്ധിച്ച്, അത് തയ്യാറാക്കിയ രീതി സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെ വിമർശനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതിപ്പോൾ പൊടുന്നനെ ഇത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് സർവേ എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും കഴിയില്ല. തട്ടിക്കൂട്ട് സർവേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവർ സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ എന്ന് പറഞ്ഞാൽ വിവിധ പഞ്ചായത്തുകളിലെ LDF ആണല്ലോ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവരുടെ സ്വരം മാറ്റിയിട്ടുണ്ട്. UDFനും ഇതിൽ അഭിമാനിക്കാമെന്നാക്കിയിട്ടുണ്ട്.
ഇന്നലെ വരെ അത് സ്വന്തം കാര്യമായിരുന്നു. ഇന്നിപ്പോൾ വിമർശനം വന്നപ്പോഴേ UDF പഞ്ചായത്തുകളും ചെയ്തു എന്നാക്കി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ നടത്തിയ സർവേ ആണെന്ന് വരുത്താനാണ്. ഇതൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പോൾ ഈ സർവേയെക്കുറിച്ച് സംശയം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ വളരെ അവഗാഹമായ പാണ്ഡിത്യമുള്ളവരല്ലേ? അവരൊക്കെ ഇടതുപക്ഷക്കാരല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് സംശയം നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മഹാനടന്മാരെ ഞങ്ങൾ ഈ ചരിത്രപരമായ ഈ ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇതൊരു കൃത്യമായ കണക്കുള്ളതൊന്നുമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു വസ്തുതാവിരുദ്ധമായ മണ്ടത്തരം എന്നുള്ള പിൻവലിക്കുകയാണ്, വസ്തുതാവിരുദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തുന്നതിൽ സാക്ഷികളായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നൊരു പക്ഷേ കമൽഹാസനും മോഹൻലാലും ചിന്തിച്ചിരിക്കാം. മമ്മൂട്ടി പിന്നെ അറിയാമല്ലോ, അദ്ദേഹം CPM ചാനലിൻ്റെ ചെയർമാനാണ്, അദ്ദേഹം ഒരു CPM സഹയാത്രികനാണ്, അതുകൊണ്ട് അതിൽ വിഷയമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനിരുന്നവരെന്തായാലും അതിൽ ദയനീയമായിട്ട് അവർക്കൊരു പരാജയം സംഭവിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ അവർ വിചാരിച്ച പോലെ ഒരു വാഴ്ത്തുപാട്ടോടെ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മമ്മൂട്ടിയുടെ പ്രസംഗം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനെ ആരെയാണെങ്കിലും ശരി, എത്ര വലിയ മനുഷ്യരാണെങ്കിലും ശരി, അവരെ ഒരു തവണയെ കബളിപ്പിക്കാൻ പറ്റുള്ളൂ, പലതവണ കബളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ സർവേ ഉണ്ട്. കാരണം ഈ സർവേ ഒരൊറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സർവേ നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇതിൽ ഒരുപാട് അപാകം വന്നിരുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ദാരിദ്ര്യം, ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരെ അതിദാരിദ്ര്യമൊക്കെ കണ്ടെത്താനൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഇതൊരു കൃത്യമായ കണക്കില്ലെന്ന് പറയുന്നത്. ഇപ്പോഴും ചോദിക്കുന്നു, ചീഫ് സെക്രട്ടറി പറഞ്ഞ എന്താ, ഇതൊരു അനൗപചാരിക സർവേ ആയിരുന്നു. അനൗപചാരിക സർവേ ആണെങ്കിൽ ഔപചാരിക പ്രഖ്യാപനം നടത്തുന്നത് ശരിയാണോ ഒരു ചോദ്യമൊക്കെ ഉയർന്നിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തെ നിങ്ങൾ വിട്ടേക്കൂ, രാഷ്ട്രീയമാണ്. പക്ഷേ KP കണ്ണൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ, ആണോ? KP കണ്ണൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ, RBG മേനോൻ കോൺഗ്രസ് അല്ലല്ലോ, ഡോക്ടർ രാമൻകുട്ടി കോൺഗ്രസ് അല്ലല്ലോ. അതിൽ ഒപ്പിട്ട ഒരുപാട് പേര് എടുത്തു നോക്കൂ. അവരുടെ സംശയം തീർത്തു കൊടുക്കുന്ന പകരം ഒറ്റക്കാരെ ഇന്നൊരു ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് ഇവർ. എന്താ ക്യാപ്സ്യൂൾ എന്നറിയാമോ? ഞാനത് പറയുമ്പോൾ അത് സ്മൃതി തെറ്റിദ്ധരിക്കരുത്. അതായത് ഇന്നിപ്പം ഞാൻ ഒരുപാട് ചാനലുകൾ കണ്ടു. ഈ ചാനലിലെ ജനങ്ങളുമായി സംവദിക്കുന്ന ചില വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തപ്പോഴേ എല്ലാ ചാനലുകളിലെയും ചില അവതാരകർ, എനിക്ക് അവരുടെ പേഴ്സണൽ രാഷ്ട്രീയം അറിയാം, വ്യക്തിപരമായ രാഷ്ട്രീയം അറിയാം, അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 4 വർഷം ഈ സർവേ നടത്തിയപ്പോൾ പ്രതിപക്ഷവും ഈ ചോദ്യം ചോദിച്ചവരെ എവിടെയായിരുന്നു? എന്താണ് അന്ന് അവർ ചോദിക്കാതിരുന്നത്? ഇത് ഞാൻ കൈരളി ചാനലിൽ കണ്ടു, മറ്റ് 3-4 ചാനലിൽ കണ്ടപ്പോൾ ഇന്നലെ MP രാജേഷ് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണത്. അല്ല, ഇന്നലത്തെ ചോദ്യമല്ല, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാപ്സ്യൂൾ ഇറക്കുന്നതിൽ ഇവർ വിദഗ്ധരാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ഇത് വിമർശന വിധേയമായി എന്ന് മനസ്സിലായപ്പോൾ ഇവരുടെ ശബ്ദവും മാറ്റി. അതുപോലെ തന്നെ ഇവരിപ്പോൾ അത് UDFനെയും കൂടെ കൊണ്ടുവരികയാണ്. എന്നൊരു എല്ലാവരും കൂടി ചേർന്നുള്ളതെന്നൊക്കെ പറയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇത് മാറ്റപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്. ഇത് 8 മാസം കഴിയുമ്പം ഇവരുടെ സ്വരവും മാറും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.